അവിടെ പ്രശ്നമില്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരുക്കമാണോ പോലീസ് നടത്തുന്നത്? ദിവിഷ്, ഈ കാണുന്ന സ്ഥലത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ചയോട് കൂടി ഗോപൻ സ്വാമി സമാധിയായതെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പരാതികൾ പ്രത്യേകിച്ച് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉയർന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു കല്ലറ, ഗോപൻ സ്വാമി സമാധിയിരിക്കുന്ന ഈ കല്ലറ പൊളിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടർ എന്തായിരുന്നാലും അത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സബ് കളക്ടറിനായിരിക്കും ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചാർജ് നൽകിയിരിക്കുന്ന സബ് കളക്ടറാണ്. എന്തായാലും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തി കുടുംബവുമായി ചർച്ച നടത്തി. അതിനുശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും മറ്റും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ ആ ഒരു സമയത്ത് ഉയർന്നത്. അതായത് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ചിലർ ഇത്തരത്തിൽ ഗോപൻ സ്വാമി അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി സ്വാമി തന്നെ ഇവിടെ വന്നിരുന്ന് സമാധിയായതാണ്. അപ്പോൾ അത് പൊളിച്ചു കഴിഞ്ഞാൽ അത് മതവികാരത്തെ ഉൾപ്പെടെ വ്രണപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ആൾക്കാരും ഈ സ്വാമിയുടെ കുടുംബത്തിൽ നിന്നുള്ള മക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഇപ്പോൾ കുടുംബവുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പോലീസ് സംഘം വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അത് കുടുംബവുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ പോലും പോലീസ് ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിൻ്റെ കളക്ടറിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. അതിനുവേണ്ടി കുടുംബവുമായി ചർച്ച ചെയ്തതിനു ശേഷം ഇപ്പോൾ ആ ഒരു സംഘം വീണ്ടും സമാധിയിരിക്കുന്ന അതേ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് ഒരു ബഹളം? ആര് എതിർക്കുന്നതാണ്? വലിയ ജനക്കൂട്ടവും ഉണ്ട് അവിടെ അല്ലേ? ജീവൻ കേൾക്കാമോ? നാട്ടുകാരൊക്കെ പോലീസിനൊപ്പം നിൽക്കുന്ന സ്ഥിതിയല്ലേ? അതോ ഇനി കുടുംബത്തെ പിന്തുണച്ചാലുണ്ടോ? ദിവീഷ്, ഒരു സംഘം ആളുകൾ പ്രത്യേകിച്ച് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം ആളുകൾ ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ അതേ നിലപാട് എടുത്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് ഇത്തരത്തിൽ ഈ സമാധി പൊളിച്ചു ഒരു നടപടി ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഇവരാണ് ഇപ്പോൾ പോലീസുമായി ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കത്തിലെത്തിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് കോടതി ഉത്തരവുണ്ട്, പ്രത്യേകിച്ച് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉത്തരവ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പോലീസ് കൂട്ടുനിൽക്കും, എല്ലാ നടപടികൾക്കും പോലീസ് ഒപ്പം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കുന്നവരെ ഈ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായി മാറ്റിക്കൊണ്ട് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു വർഗീയതയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ചില സംഘങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഇവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ, അതായത് ഇപ്പോൾ സമാധി ഇരിക്കുന്നതാണോ അല്ലെങ്കിൽ മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ ഒരു കല്ലറ പൊളിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള മൃതദേഹം, ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നാട്ടുകാരുടെയും ചില സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് ചെറിയ രീതിയിലുള്ള സംഘർഷ സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ദുരൂഹത ആരോപിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ കുടുംബത്തിന് അനുകൂലമായി ഏതെങ്കിലും സംഘടന രംഗത്ത് വന്നിട്ടുണ്ടോ? ഏത് സംഘടനയാണ്? അഭിലാഷ്, ഇവിടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് VSDP ഉൾപ്പെടെയുള്ള VSDP ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് കുടുംബത്തോടൊപ്പം കുടുംബത്തിന്റെ നിലപാടോട് ചേർന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അത്തരക്കാരെയാണ് ഇവിടെ പോലീസ് മാറ്റാൻ ശ്രമിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വർഗീയതയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കൃത്യമായി ഒരു മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പോലീസ് നടപടി എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രതിഷേധക്കാരെയൊക്കെ ഇവിടെ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. അതായത് മാധ്യമപ്രവർത്തകരെയും പോലീസുകാരെയും മാത്രം ഈ ഒരു സ്ഥലത്തേക്ക് ഇനി കയറുന്നതിന് അനുവാദമുള്ളൂ. മറ്റ് പ്രതിഷേധവുമായി എത്തിയവരെയൊക്കെ തന്നെ ഈ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംഘർഷാവസ്ഥയാണ്. ഹിന്ദു ഐക്യവേദിയും VSDPയും ഇവിടെ കുടുംബത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ കുടുംബത്തിനോടൊപ്പവും ആളുകളുണ്ട്, രണ്ട് പക്ഷത്തും ആളുകളുണ്ട്. കളക്ടറുടെ ഉത്തരവുള്ളതുകൊണ്ട് തന്നെ ആ ഉത്തരവ് പാലിക്കേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതല്ലാതെ വേറെ വഴി. പക്ഷേ കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നെങ്കിൽ പോലീസിന് കാര്യങ്ങൾ കുറച്ച് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുന്നതല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്രതിഷേധം അവസാനിപ്പിച്ച ആളുകൾ പതുക്കെ മാറുകയാണ്. പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് ആളുകൾ നീങ്ങുന്നതായി ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരു ചെറിയ ജീവനെ ഇത് കല്ലറ അല്ലെങ്കിൽ സമാധിയിരിച്ച സ്ഥലം പൊളിക്കാനുള്ള മൃതദേഹം പുറത്തെടുക്കാനുള്ള അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞോ അതോ വരുന്ന വഴിയിലാണ്? അഭിലാഷ്, ഇവിടെ നിന്ന് പോലീസിന്റെ ഒരു സംഘം കൂടി ഈ സ്ഥലത്തേക്ക് എത്താനുണ്ട്. അതിനുശേഷമായിരിക്കും കല്ലറ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം സബ് കളക്ടറും DYSP അതുപോലെ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം, ഫോറൻസിക് സംഘം, മറ്റ് സയന്റിഫിക് സംഘങ്ങളൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി അവർ കാത്തിരിക്കുന്നത്, അതായത് കുടുംബം ഇപ്പോൾ ഇത് സ്റ്റേ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന, അതിനുള്ള നടപടികളൊക്കെ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കല്ലറ പൊളിച്ചുകൊണ്ടുള്ള ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമകരമായ കാര്യമാണ്. അതിനിടയിലാണ് ഈ പ്രതിഷേധവുമായി നാട്ടുകാരൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ബഹളവും സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ പോലീസ് അത്തരക്കാരെയൊക്കെ ഇവിടെ നിന്ന് നീക്കിക്കൊണ്ട്, ഈ കാണുന്ന ഒരു ഗേറ്റൊക്കെ ഉണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്നത്, ഇവിടെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗേറ്റൊക്കെ തന്നെ അടച്ചുകൊണ്ട് ഈ പ്രതിഷേധിക്കാനായി എത്തിയവരെല്ലാവരെയും ഇവിടെ നിന്ന് ഈ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ടായിരിക്കും ഇനി പോലീസ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടങ്ങുക. എന്തായാലും ഒരു സംഘം ഈ ജില്ലാ സബ് കളക്ടറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കുടുംബമായിട്ടൊക്കെ തന്നെ ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു സമവായം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. എന്തായാലും ഉടൻ തന്നെ ഈ സമരക്കാരെയൊക്കെ തന്നെ ഇവിടെ നിന്നിപ്പോൾ പ്രതിഷേധക്കാരെയൊക്കെ ഇവിടെ നിന്നിപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ ഒരു കല്ലറ പൊളിച്ചുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്നയാളെ സമാധിയിരുത്തിയ സംഭവത്തിൽ നാട്ടുകാർ തന്നെ ദുരൂഹത ആരോപിച്ചിരുന്നു. പക്ഷേ കുടുംബം പറയുന്നത് വിശ്വാസപ്രകാരം സമാധിയിരുത്തിയതാണ്, ഒരു തരത്തിലും ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു. ആദ്യം നാട്ടുകാർ ശക്തമായ എതിർപ്പുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വിഭാഗം, അത് പ്രത്യേകിച്ച് സംഘടനകളുടെ പിന്തുണയാണ്, ഹിന്ദു ഐക്യമുന്നണിയും VSDPയുടെയും ഒരു പിന്തുണ, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഈ കുടുംബത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുന്നു. മറുഭാഗം ഇത് പരിശോധിക്കണമെന്ന നിലപാടുമായി നിൽക്കുന്നു. എന്തായാലും കളക്ടറുടെ ഉത്തരവുണ്ട്, പോലീസ് അത് പാലിച്ചേ മതിയാകൂ. അല്പസമയത്തിനകം തന്നെ ഇതുമായി ചുമതലപ്പെട്ട കൂടുതൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തും. ജിബിൻ, ഈ